Hi everyone. Today's our topic is security services. In the last class, we already discussed about security attacks. So normally, security for an organization, they have their own security policies. These security policies are actually implemented by using different kinds of security mechanisms. That security mechanisms we will cover in the upcoming sessions. And today we are dealing with the security services. So ഏതൊക്കെ തരത്തിലുള്ള സർവീസസുകളാണ് സെക്യൂരിറ്റി സർവീസസുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ ആ, ഒരു ഓർഗനൈസേഷനെ ഓരോ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള സെക്യൂരിറ്റി സർവീസസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സർവീസസുകൾ, സെക്യൂരിറ്റി സർവീസസുകൾ നമ്മൾ കൊണ്ടുവരും. അപ്പം അത് ഏത് തരത്തിലുള്ള സെക്യൂരിറ്റി സർവീസസ് ആണ് അത്തരത്തിലുള്ള ഒരു അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറേ എലമെൻറ്റ്സുകൾ അല്ലെങ്കിൽ കുറേ കണ്ടൻസുകൾ നോക്കിയിട്ടാണ് നമ്മളത് ഏത് ചൂസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു നോർമലി നെറ്റ്വർക്കിനകത്ത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഫോളോ ചെയ്യുന്നത് OSI മോഡലാണ്. ഓക്കെ, അപ്പോൾ ഈ OSI മോഡലിന് നമ്മൾ 7 ലെയർ ആയിട്ടുള്ള OSI മോഡലിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഡെഫിനറ്റ്ലി നെറ്റ്വർക്കാണ് അവിടെ തേർഡ് പാർട്ടിയുടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു അറ്റൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻട്രൂഡേഴ്സ്, ഈ ട്രസ്റ്റഡ് തേർഡ് പാർട്ടീസ് ഉണ്ട്, ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. ട്രസ്റ്റഡ് തേർഡ് പാർട്ടി അല്ലാണ്ട് ഒരു അപ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രൂഡർ ആയിട്ടുള്ള ഒരാൾ നമ്മൾ അയക്കുന്ന മെസ്സേജസിനെ എല്ലാം ഈ പറയുന്നത് പോലെ ഗെയിൻ ചെയ്തെടുക്കുവാണ് എങ്കിൽ അപ്പോൾ അതിനെ എനിക്ക് പ്രിവെൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗെയിനിങ് ഓഫ് ഇൻഫർമേഷൻ ഓർ വാട്ട് സേ നമ്മളിങ്ങനെ നമ്മൾ അയക്കുന്ന ഇൻഫർമേഷനെ സീക്രട്ട് ഇൻഫർമേഷൻ ആയിരിക്കും. ആ സീക്രട്ട് ഇൻഫർമേഷനെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻട്രൂഡർ എങ്ങനെ അതിനെ എടുക്കാതിരിക്കാം എന്നുള്ളത് മീൻസ് അതിന് വേണ്ടിയിട്ട് ആ ഒരു അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ITU, അതായത് ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ആ ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചറാണ് ഈ X.800 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ X.800 പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു OSI മോഡലിനകത്ത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഒരു OSI മോഡലുണ്ട്, 7 ലെയർ പ്രോട്ടോക്കോളുള്ള ഒരു OSI ലെയർ ഉണ്ട്. അപ്പം ആ ഒരു ലെയറിനുള്ളൊരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഇൻട്രൂഡേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രസൻസിനെ നമുക്ക് എങ്ങനെ സെക്യൂറായിട്ട് ഒരു ഇൻഫർമേഷൻ ഒരു സെൻറ്ററിൽ നിന്നും ഒരു റെസിപ്പിയൻറ്റിന് അല്ലെങ്കിൽ റിസീവറിന് കൊടുക്കാം എന്നുള്ളത് വെച്ചിട്ട് ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ആർക്കിടെക്ചറാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അതായത് X.800 എന്ന് പറയുന്ന സെക്യൂരിറ്റി ആർക്കിടെക്ചറാണ് നമ്മൾ നോക്കുന്നത്, അതിനകത്ത് വരുന്നത്. ഓക്കെ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സെക്യൂരിറ്റി സർവീസസുകളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. സോ mainly we can divide security services coming under X.800 or 800 into 5 categories. Normally 5 categories ആയിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ inside each of these 5 categories we have 14 different specific services are there. Okay, so we have to study all these contents, and ഇത് വെച്ചിട്ടാണ് ഓരോ ഓർഗനൈസേഷനും ഏത് തരത്തിലുള്ള സർവീസാണ് എനിക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, എവിടെയാണ് ഇമ്പോർട്ടൻസ്, എവിടെയാണ് എൻ്റെ നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എവിടെയാണ് വൾണറബിലിറ്റി ഉള്ളത്, ആ വൾണറബിലിറ്റിക്ക് എനിക്ക് എന്ത് ചെയ്യണം, സ്ട്രെങ്ത് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് തരത്തിലുള്ള സർവീസാണ് അവിടെ കൊടുക്കേണ്ടത്. ഇതാണ് നമ്മൾ ഈ പറയുന്ന 5 കാറ്റഗറീസിൽ നിന്നും 14 സ്പെസിഫിക് കാറ്റഗറീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. Okay, so we can discuss one by one. First one is authentication, second one is access control,
third one is data confidentiality, fourth one is data integrity, and the final one is non-repudiation. So ഇത് 5 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം authentication. So under authentication, 2 categories are there: pure entity authentication and data origin authentication. So pure entity നമുക്കറിയാം എന്താണ് authentication എന്ന്. അതായത് ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ അയക്കുകയാണെങ്കിൽ അയാൾ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരാളാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതാണ് പ്യുവർ എൻറ്റിറ്റി. ദാറ്റ് മീൻസ് സെൻഡർ ആൻഡ് ദ റിസീവർ. We have to get the information about the sender and the receiver. That means the system, our organization want to give authenticity, or our organization want to assure that both the entities are authentic one. Both the entities were authentic ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്ന് നമുക്ക് എന്താണ് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് പ്യുവർ എൻറ്റിറ്റി ഓതൻറ്റിക്കേഷൻ. ആൻഡ് ഡേറ്റ ഒറിജിൻ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇൻ ബിറ്റ്വീൻ ദ കമ്മ്യൂണിക്കേഷൻ ഇഫ് ദർ കംസ് നമ്പർ ഓഫ് റൗട്ടേഴ്സ് വരുവാണെങ്കിൽ, അപ്പം ഒരു റൗട്ടറിൽ നിന്നും വേറൊരു റൗട്ടറിനകത്തേക്ക് കമ്മ്യൂണിക്കേഷൻ പാസ്സാവുന്നു. ഈ പറയുന്ന റിസീവർ സൈഡിൽ ഇരിക്കുന്ന റൗട്ടറിന് കിട്ടുന്ന ഇൻഫർമേഷൻ അയാളുടെ നെയ്ബറിൽ നിന്നുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതല്ല ഈ പറയുന്നത് പോലെ തേർഡ് പാർട്ടി ഇൻജെക്റ്റ് ചെയ്ത ഒരു റൗട്ടറിൽ നിന്നാണോ വന്നത് എന്നുള്ള ഒരു കൺഫർമേഷൻ എന്നുള്ള ഒരു അവിടെ ചെക്കിങ് അവിടെ നടത്തും. അതാണ് നമ്മൾ ഡേറ്റ ഒറിജിൻ ഓതൻറ്റിസിറ്റി. ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഡേറ്റ എവിടെ നിന്നാണ് ആ ഡേറ്റ ഒറിജിൻ ചെയ്തിരിക്കുന്നത്, ഓതൻറ്റിക് ആയിട്ടുള്ള പേഴ്സണിൽ നിന്നാണോ ഡേറ്റ ഒറിജിൻ ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ ഒറിജിൻ ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുന്നത്. So I hope the point is clear for you. That means first one is pure entity authentication and the second one is the data origin authentication. So ഇവിടെ ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ട്. authentication, the assurance that the communicating entity is the one that it claims to be. അവർ പറയുന്ന ആളാണോ, നമ്മളല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണോ എന്ന് എന്താണ് അഷ്യൂർ ചെയ്യുന്നു. The assurance that the communicating entity is the one that it claims to be. And the first one is pure entity authentication, used in association with a logical connection to provide confidence in the identity of the entities connected. രണ്ട് എൻറ്റിറ്റീസിൻ്റെ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്യുക. ഓക്കെ, അവർ നമ്മുടെ ഓർഗനൈസേഷനിൽ പെർമിറ്റഡ് ആയിട്ടുള്ള, അതായത് പെർമിസിബിൾ ആയിട്ടുള്ള ആളാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. Next one is data origin authentication. In a connectionless transfer, provides an assurance that the source of the received data is as claimed. അതായത് കണക്ഷൻ ലെസ് ആയിട്ടുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ നോർമലി ആ കണക്ഷൻ ലെസ് വെച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത്, അങ്ങോട്ടേക്ക് അതുപോലെ തന്നെയാണ്. സോ കണക്ഷൻ ലെസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ വി ഹാവ് ടു മേക്ക് ഷുവർ ദ അതർ എൻറ്റിറ്റി ഓർ ദി നെറ്റ്വർക്ക് ഓർ എനിവേ അവർ ഓർഗനൈസേഷൻ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് the corresponding, the origin of the data or the data is origin from the authentic person or not എന്നുള്ളത് നമ്മൾ എന്താണ് കൺഫേം ചെയ്യണം. നെക്സ്റ്റ് വൺ ഇസ് ആക്സസ് കൺട്രോൾ. അപ്പം ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു നെറ്റ്വർക്കിനകത്ത് നമ്പർ ഓഫ് റിസോഴ്സസുകളുണ്ട്. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ ആണെങ്കിൽ എൻ്റെ ഓർഗനൈസേഷനുള്ളിൽ ദർ ആർ നമ്പർ ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ ഈ എല്ലാ റിസോഴ്സസിനെയും എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു വർക്കിംഗ് സ്റ്റാഫ് യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ആയിരിക്കില്ല, അതിൽ യൂസ് ചെയ്യാൻ പെർമിസിബിളുള്ള റിസോഴ്സസുകളായിരിക്കില്ല ചിലപ്പോൾ ടീച്ചിങ് സ്റ്റാഫിന് കൊടുക്കുന്നത്. ടീച്ചിങ് സ്റ്റാഫ് ആസ് വെൽ ആസ് ആൻഡ് ഫോർ ദി വർക്കിംഗ് സ്റ്റാഫ്സ് ദേ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ടു ബി ഗെയിൻഡ്. അപ്പം അല്ലെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സാണ് അതാണ് നമ്മൾ ഈ ആക്സസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ഓർഗനൈസേഷനിൽ നിങ്ങൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനകത്ത് ഇട്ട് ചിന്തിക്കുക. ഓക്കെ, റിയൽ ആയിട്ടുള്ള നെറ്റ്വർക്കിൽ ഇട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നെറ്റ്വർക്കിനുള്ള നമ്പർ ഓഫ് റിസോഴ്സസ് ഉണ്ട്. എല്ലാ റിസോഴ്സസിനെയും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓരോ ആൾക്കാർക്കും ഓരോ ഈ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു റെസ്ട്രിക്ഷൻസ്, റിസോഴ്സസിനെ ആക്സസ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. The prevention of unauthorized use of resources. That is, this service controls who can access to a resource under what condition
under what conditions access can occur and what those accessing the resource are allowed to do so. അപ്പം അത്തരത്തിലുള്ള റിസോഴ്സസുകൾ അലൗ ചെയ്യുന്ന മീൻസ് ആക്സസ് ചെയ്യാൻ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തോരം, അതായത് എന്തുമാത്രം റിസോഴ്സസിനെ അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം ഡീപ്പായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ആക്സസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി. ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ്ങിൽ തന്നെയുണ്ട്. സപ്പോസ് ദ സെൻഡർ ഈസ് സെൻഡിങ് സം മെസ്സേജസ് ടു ദ റിസീവർ and the receiver wants to get that exact message without any modification. ഒരു മോഡിഫിക്കേഷനും കൂടാണ്ട് നമ്മുടെ റിസീവറിന് സെൻഡർ അയക്കുന്ന മെസ്സേജ് കിട്ടണം. ഓക്കെ, അതാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ അയക്കുന്ന മെസ്സേജിനകത്ത് ദർ ഷുഡ് നോട്ട് ബി എനി കൈൻഡ് ഓഫ് modification or any kind of insertion, deletion or replay attacks. അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്നും വരാണ്ട് we have to make sure that the content is secured. So the first one, under data integrity there comes the 4 categories. 4 categories ആണുള്ളത്. അതിൽ ഫസ്റ്റ് നോക്കാം, connection integrity with recovery, connection integrity without recovery. Next one is selective field connection integrity. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ കണക്ഷൻ ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആ പേര് കൊണ്ട് കൺഫ്യൂഷൻ ആകണ്ട. അതിൻ്റെ കൺഫ്യൂസ്ഡ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. കണക്ഷൻ ഇൻറ്റഗ്രിറ്റി വിത്ത് റിക്കവറി എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ആയിരിക്കത്തില്ല, ഒരു സിംഗിൾ കണക്ഷനകത്ത് ഫുൾ ഡേറ്റാസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ റിക്കവറി അഷ്വർ ചെയ്യുന്നു. ഓക്കെ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്ത് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്തും കൂടി നമ്മുടെ ഈ കണക്ഷൻ ഇൻറ്റഗ്രിറ്റി വിത്ത് റിക്കവറിക്ക് ഉണ്ട്. ബട്ട് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി വിത്തൗട്ട് റിക്കവറി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, പക്ഷേ ഇവിടെ റിക്കവറി ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോയാൽ നമ്മുടെ മെസ്സേജസിന് അല്ലെങ്കിൽ കണ്ടന്റിന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില ഓർഗനൈസേഷനിൽ പല ഡിഗ്നിറ്റി മീൻസ് എന്താണ് ഈ പറയുന്ന പോലെ ടീച്ചിങ് സ്റ്റാഫ്, വർക്കിംഗ് സ്റ്റാഫ്, അതല്ല വേറെ ട്രേഡ്സ്മാൻ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഓരോരുത്തർക്കും എല്ലാ റിസോഴ്സസിനെയും ഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഫർമേഷനെ ഗെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് ഞാൻ റെസ്ട്രിക്ഷൻസ് വെക്കും. അപ്പം പെർമിസിബിൾ ആയിട്ടുള്ള 2-3 ആൾക്കാർ കാണും. അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് മാത്രം ഈ കണക്ഷൻ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി. ഇനി ഇതിനകത്ത് വേറെ 2 കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ ആദ്യത്തെ 3 ഇല്ലേ, അതായത് ഡേറ്റ ഇൻറ്റഗ്രിറ്റിയിൽ വരുന്ന കണക്ഷൻ ഇൻറ്റഗ്രിറ്റി വിത്ത് റിക്കവറി, കണക്ഷൻ ഇൻറ്റഗ്രിറ്റി വിത്തൗട്ട് റിക്കവറി, സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ റീഇൻറ്റഗ്രിറ്റി. These 3 are actually coming under connection oriented communication, whereas the second and the fourth and the fifth one, here comes the fifth one കേട്ടോ. ഇവിടെ ഒരു 5ാമത്തെ ഒരാളും കൂടി ഉണ്ട്, ഞാനവിടെ മാർക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. ഇതാണ് 5th one, ദാറ്റ് ഈസ് സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ലെസ് ഇൻറ്റഗ്രിറ്റി. ഈ 2 ആൾക്കാരെയും ഇവിടെ എനിക്ക് നെയിം തെറ്റിപ്പോയിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി, ദിസ് ഈസ് കണക്ഷൻ ലെസ് ഇൻറ്റഗ്രിറ്റി ആണ് കേട്ടോ, അത് മാറ്റിക്കോളുക. സോ കണക്ഷൻ ലെസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ലെസ് ഇൻറ്റഗ്രിറ്റി ഈസ് ആക്ച്വലി കമ്മിങ് അണ്ടർ കണക്ഷൻ ലെസ് കമ്മ്യൂണിക്കേഷൻ. സോ കണക്ഷൻ ലെസ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമ്മുടെ ഡേറ്റാസിനെ ബ്ലോക്സ് ആയിട്ടായിരിക്കും, അതായത് ഡേറ്റ ബ്ലോക്ക് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഡേറ്റ ബ്ലോക്ക് ആകുമ്പം ഓരോ ബ്ലോക്കിനും ഞാൻ ഈ പറയുന്ന ഇൻറ്റഗ്രിറ്റി അഷ്വർ ചെയ്യണം. ഓക്കെ, അതാണ് വ്യത്യാസം. വെറാസ് ഇൻ ദ കേസ് ഓഫ് ദ കണക്ഷൻ ഇൻറ്റഗ്രിറ്റി, ഹോൾ ഡേറ്റ നമ്മളൊരൊറ്റ കമ്മ്യൂണിക്കേഷൻ വഴി പൊക്കോളും, ഒരു കണക്ഷൻ വഴി പൊക്കോളും. അവിടെ നമുക്ക് ഈ പറയുന്ന അത് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവർക്ക് മാത്രം ഒരു ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്താൽ മതി. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഡേറ്റ ബ്ലോക്കുകൾക്കെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി. അപ്പോൾ എന്തായിരിക്കും സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
സെലക്റ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പെർമിഷൻ കൊടുക്കുന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ, അതായത് ഡേറ്റ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കണക്ഷൻ ലെസ് ആണ്. അപ്പം ബ്ലോക്സ്, എല്ലാ ബ്ലോക്സിലും നമ്മൾ ഈ പറയുന്നത് പോലെ ഇൻറ്റഗ്രിറ്റി അഷുർ ചെയ്ത് അയക്കുക. ബട്ട് അത് കിട്ടുന്നത് ഈ പറയുന്നത് പോലെ സെലക്റ്റീവ് ഫീൽഡ്, സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അത് എത്തിച്ചേരും. ഓക്കെ, അതാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്തേക്കുക, ഈ രണ്ട് ചേഞ്ചസും. So this is all about the data integrity. So data integrity ൽ 5 ആൾക്കാരാണ് വരുന്നത്. ഒന്ന് കണക്ഷൻ orient, that means connection integrity with recovery, connection integrity without recovery, and the third one is the selective field connection integrity. These three are actually coming under connection oriented, whereas in the case of the last two, that is connectionless integrity and selective field connectionless integrity, are coming under connectionless. Okay, connectionless ആയിട്ടുള്ള ഇതിനകത്തുനിന്നാണ് അവർ, മീൻസ് കണക്ഷൻലെസ് കമ്മ്യൂണിക്കേഷനകത്താണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് 5 പേരാകുന്നത്. നെക്സ്റ്റ് കംസ് ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി. ഇപ്പോൾ ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് നമ്മുടെ ഡേറ്റാസിനെ എന്ത് ചെയ്യാം, ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് സബായിട്ട് ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റിയിൽ. ഫസ്റ്റ് ഇസ് കണക്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി, സെക്കൻഡ് വൺ ഈസ് കണക്ഷൻലെസ് കോൺഫിഡൻഷ്യാലിറ്റി, തേർഡ് വൺ ഈസ് സെലക്റ്റീവ് ഫീൽഡ് കോൺഫിഡൻഷ്യാലിറ്റി, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ട്രാഫിക് ഫ്ലോ confidentiality. Let's discuss one by one. As we already said about connection, what is connection and what is connectionless. അപ്പോൾ അവിടെ തന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല. ഒന്ന് യൂസർ ഡേറ്റ കംപ്ലീറ്റ് ആയിട്ടൊരു കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അയക്കുന്നതും, അതുപോലെ കണക്ഷൻ ലെസ് ആകുമ്പോൾ ഡേറ്റ ബ്ലോക്സ് ആയിട്ട് അയക്കുന്നതും ആയിരിക്കും. അത് നിങ്ങൾ ചിന്തിക്കാം. സോ കണക്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ദ പ്രൊട്ടക്ഷൻ ഓഫ് ആരൊക്കെ കണക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം എല്ലാ യൂസർ ഡേറ്റയ്ക്കും ഒരു പ്രൊട്ടക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് കണക്ഷൻ ലെസ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ആ സിംഗിൾ ഡേറ്റ, ഓരോ സിംഗിൾ ഡേറ്റ ബ്ലോക്ക് ഏതൊക്കെ യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, എല്ലാ യൂസേഴ്സിനും പറ്റില്ല കേട്ടോ, എല്ലാ ഓഥറൈസ്ഡ് ആയിട്ടുള്ള എല്ലാ യൂസർ ഡേറ്റയിലും അവിടെ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സെലക്റ്റീവ് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് സെലക്റ്റഡ് ഫീൽഡ്സ് വിതിൻ ദ യൂസർ ഡേറ്റ ഓൺ എ കണക്ഷൻ ഓർ ഇൻ എ സിംഗിൾ ഡേറ്റ ബ്ലോക്ക്. ഓക്കെ, രണ്ട് കാര്യങ്ങളും ഉണ്ട്. കണക്ഷനിലായിരുന്നാലും കണക്ഷൻ ലെസ്സിലായിരുന്നാലും ഇഫ് വി ആർ യൂസിങ് ദ സെലക്റ്റീവ് ഫീൽഡ് വി ഹാവ് ടു ഗിവ് കോൺഫിഡൻഷ്യാലിറ്റി ടു ദോസ് ഫീൽഡ്സ് വിതിൻ ദ യൂസർ ഡേറ്റ. ഓക്കെ, ഇതായിരിക്കും സെലക്റ്റീവ് ഫീൽഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി. സോ whenever the traffic flow confidentiality, traffic flow or traffic analysis comes, you have to think that the intruder are actually gaining the pattern of the information that we are sending in between sender and the receiver. സെൻഡറും റിസീവറിനും ഇടയ്ക്ക് അയക്കുന്ന മെസ്സേജസിൻ്റെ പാറ്റേൺ ഗെയിൻ ചെയ്തെടുക്കുക എന്ന് പറയും. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു ട്രാഫിക് അനാലിസിസ് എന്താണ്. പാറ്റേൺ എന്ന് പറയുമ്പം നമ്മൾ അയക്കുന്ന മെസ്സേജസിൻ്റെ ലെങ്ത്തും അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസിയും വെച്ചിട്ട് നമ്മൾ ഇൻഫർമേഷനെ ഗെയിൻ ചെയ്യുന്ന ആ പറയുന്ന എൻക്രിപ്റ്റ് ചെയ്ത് കിടക്കുന്ന മെസ്സേജസിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഫ്രീക്വൻസിനെയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മീൻസ് അറ്റാക്ക് ചെയ്ത് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതാണ് ശരിക്കും ഇൻട്രൂഡർ ചെയ്യുന്നത്. അപ്പോൾ അത് പാറ്റേണിനെ മനസ്സിലാക്കാതിരിക്കണം അല്ലേ, അത് നമ്മൾ അടുത്തത് പറയും. ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻഫർമേഷൻ ദാറ്റ് മൈറ്റ് ബി ഡിറൈവ്ഡ് ഫ്രം ഒബ്സർവേഷൻ ഓഫ് ദി ട്രാഫിക് ഫ്ലോസ്. അപ്പോൾ ട്രാഫിക് ഫ്ലോസ് അനലൈസ് ചെയ്തിട്ട് ഡേറ്റാനെ അറ്റാക്ക് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമ്മളവിടെ ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Here comes the very, very important one, that is non-repudiation. Non-repudiation means one of the entity denying that I didn't send such kind of a message to the receiver. Suppose the sender is saying that I didn't send any kind of information to such a receiver. ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഡിനൈ ചെയ്യുന്നു. Whereas the receiver സൈഡിലും ഇതേ നടക്കും. Receiver will say I didn't get the message sent by the sender even though he gets that message. അയാൾക്ക് ആ മെസ്സേജ് കിട്ടിയെങ്കിൽ പോലും അയാൾ ഡിനൈ ചെയ്യുന്നു.
ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഡിനയൽ ഓഫ് ദ മെസ്സേജസ് ഷുഡ് ബി മീൻസ് ഡിനയൽ ഓഫ് ദ മെസ്സേജ് ഷുഡ് ബി അവോയ്ഡഡ് ബൈ ദി ബോത്ത് ദി എൻറ്റിറ്റീസ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നോൺ റെപ്യൂഡിയേഷൻ രണ്ട് സൈഡിലും നടക്കും, ഒറിജിൻ സൈഡിലും നടക്കും, ഡെസ്റ്റിനേഷൻ സൈഡിലും നടക്കും. Okay, so provides protection against denial by one of the entities involved in a communication of having participated in all or part of the communication. ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടേ ഇല്ല എന്ന് സെൻഡർ പറയുന്നു, റിസീവർ പറയും ഇയാൾ എനിക്ക് അയച്ച മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡിനേ ഓഫ് സർവീസ് മീൻസ് അങ്ങനെ അത്തരത്തിലുള്ള ഡിനേ നമുക്ക് എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം. സോ നോൺ റെപ്യൂഡിയേഷൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ പ്രൂഫ്, വി ഹാവ് സം കൈൻഡ് ഓഫ് എ പ്രൂഫ് ദാറ്റ് ദ മെസ്സേജ് വാസ് സെൻഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ സ്പെസിഫൈഡ് പാർട്ടി ആണ് ചെയ്തതെന്ന് ഉള്ള ഒരു പ്രൂഫ് നമ്മുടെ കയ്യിൽ വേണം. whereas in the case of the destination, proof that the message was received by the specified party. Okay, this is all about the security services. So let me conclude. So security services consist of 5 different categories. In each 5 different categories there comes this 14 specific subcategories. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് authentication, access control, data confidentiality, data integrity and non-repudiation. I think from the name itself you can analyze what is the content inside. Okay, അതിനകത്ത് തന്നെ authentication എന്ന് പറയുമ്പോൾ we know that it's something related with authenticity. Access control means you have to think that there are some number of resources available in the network and who have access to those different resources. And data confidentiality means we have to send such kind of a secret messages from one sender to another receiver. So we have to ensure that all the users are authorized persons. And the fourth one is a data integrity. Data integrity means the whatever the message that we are sending to the receiver, it is received by the receiver exactly as it is. അതാണ് data integrity കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the last one is a little bit confused one, that is non-repudiation. It is nothing but denial of services. We have to prevent the denying of the entities that I didn't send such kind of a message by the sender and I didn't get such kind of a messages by the receiver. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അവർ ഡിനൈ ചെയ്യുകയാണെങ്കിൽ we have to prevent it. So this is all about security services. So in the upcoming session we will deal with security mechanisms. Okay, thank you.